വളരെ അഭിമാനകരവും അതിലേറെ ശ്രേഷ്ഠവുമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഹരിവരാസനം പുരസ്കാരം നേടുക എന്നത് അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അത്രത്തോളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതുവരെ ഹരിവരാസനം പുരസ്കാരം നേടിയിട്ടുള്ള പ്രഗത്ഭരുടെ പട്ടിക ഇവിടെ പ്രസിഡന്റ് വായിക്കുകയുണ്ട്. കേരളത്തിൻ്റെ സംഗീത ലോകത്തിലും അതോടൊപ്പം തന്നെ ഭാവാഭിനയങ്ങളിലും അയ്യപ്പ ഭക്തി ഗാനങ്ങൾ രചിക്കുന്നതിലുമെല്ലാം വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അതിപ്രശസ്തരായ വ്യക്തികൾക്കാണ് ഇതുവരെ കേരളത്തിൽ ഹരിവരാസനം അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഈ വർഷം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ പ്രധാനമായും തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ജഡ്ജിങ് കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുള്ളത് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ രചിക്കുന്ന രംഗത്ത് ഏതാണ്ട് അയ്യപ്പകാരുണ്യം, ശരണമയം, അയ്യപ്പ പൂജ എന്നീ പ്രധാനപ്പെട്ട ആൽബങ്ങൾ അദ്ദേഹം ഗാനരചനയായി രൂപം കൊടുത്തതാണ്. ഇതുകൂടാതെ നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിൻ്റെ കർണാനന്ദകരമായ അനുഭൂതി പകരുന്ന ഇമ്പമാർന്ന ശബ്ദമാധുര്യം അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞൊരു ജനതയാണ് ഇന്ന് സംഗീത ലോകത്തുള്ളത്. എത്രയോ പ്രാവശ്യം കണ്ടാലും മതിവരാത്ത രൂപത്തിൽ സമയമിത അപൂർവ സായാഹ്നം എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ കർണാനന്ദകരമായ അനുഭൂതി പകരുന്ന ആ ഗാനം എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ മാറ്റി മാറ്റി കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാനരചനാരംഗത്തും രചനാവൈഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരവധി സൃഷ്ടികൾ എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്ന സൃഷ്ടികളാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം, നൈസർഗികതയുടെ നാട്യാവതാരമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഗാനരചയിതാവ് എന്ന രൂപത്തിൽ, സംഗീത സംവിധായകൻ എന്ന രൂപത്തിൽ, ഗാന ആലാപനത്തിൻ്റെ രംഗത്ത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, അഭിനയ രംഗത്ത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, ഏറ്റവും ഉപരി ശാസ്ത്രീയ സംഗീതത്തിൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അതിപ്രഗത്ഭരായ വ്യക്തികളിൽ ആദ്യവധികരിൽ അഗ്രഗണ്യനാണ് നമ്മുടെ ഈ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രംഗത്ത് അതിപ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം സാംസ്കാരിക കേരളത്തിന് നൽകിയിട്ടുള്ള, കലാകേരളത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെയും ഈ സന്നിധാനത്തെ മുൻനിർത്തി അദ്ദേഹം രചിച്ചിട്ടുള്ള ഗാനങ്ങളും അദ്ദേഹം ആലപിച്ചിട്ടുള്ള ഗാനങ്ങളും എല്ലാം മുൻനിർത്തിയാണ് അവാർഡ് കമ്മിറ്റി അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് സെക്രട്ടറിയും ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന ടീച്ചറും ചേർന്നാണ് ഈ ജഡ്ജിങ് കമ്മിറ്റി എന്ന രൂപത്തിൽ പുരസ്കാര ജേതാവിനെ നിർണ്ണയിക്കാൻ മുന്നോട്ട് വന്നത്. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ പുരസ്കാര ജേതാവായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിലും അദ്ദേഹത്തിന് ഇനിയും രചനകളുമായി മുന്നോട്ട് വരാൻ കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യം ഇനിയും നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം മികവാർന്ന രൂപത്തിൽ ഇനിയും പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നെല്ലാം ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ഈ സന്ദർഭത്തിൽ ശബരിമല തീർത്ഥാടനത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥലം MLA-മാരും ഒപ്പം നമ്മുടെ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് ഒരു ടീം വർക്ക് നടത്തി നല്ല നെറ്റ് റിസൾട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ആതിഥേയ സംസ്കാരത്തിൽ ഉന്നതവും ഉദാത്തവുമായ നിലവാരമുയർത്തി ഈ വർഷത്തെ തീർത്ഥാടനം അർത്ഥപൂർണമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു കുറ്റവും ഒരു കുറവുമില്ലാതെ, ആർക്കും ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ഈ രംഗത്ത് സുഖകരവും സുന്ദരവുമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിഞ്ഞത് വലിയ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഊണും ഉറക്കവും വീക്ഷിച്ച് എല്ലാവരും നടത്തിയ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടവരെ എല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അവരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ എല്ലാ അർത്ഥത്തിലും
പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന രംഗത്ത് വിവിധ തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രതിഫലവും പറ്റാതെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ എല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നന്ദിയോടെ സ്മരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ചെറിയ രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടായത് അദ്ദേഹത്തിന്റെ ശാരീരികമായ ഏതെങ്കിലും വൈകല്യമല്ല, അദ്ദേഹത്തിന്റെ അശാന്ത പരിശ്രമം തന്നെയാണ്. ഊണും ഉറക്കവും വീക്ഷിച്ച് രംഗത്ത് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന അല്പസമയത്തെ വിശ്രമന് ഇല്ലാത്തതിന്റെ വിഷമം അനുഭവപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരും അനുബന്ധമായി ഇവിടെ അണിനിരക്കേണ്ട മുഴുവൻ ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാ രംഗത്തും സജീവ സാന്നിധ്യമായി നിന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നിപ്പോ തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞ 12-ാം തീയതി പന്തളത്ത് നിന്ന് പുറപ്പെട്ട് ഇന്ന് സായാഹ്നത്തിൽ നമ്മുടെ സന്നിധാനത്തിൽ എത്തിച്ചേരും. അത് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപാരാധന നടക്കും. ഇതേ സമയത്ത് തന്നെ പൊന്നമ്പല വീട്ടിൽ മകരജ്യോതി തെളിയും. ഇതാണ് മകരജ്യോതി ദർശിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി പർണശാലകൾ കെട്ടി ഈ പരിസരത്ത് പല രൂപത്തിലുള്ള കണ്ടടിച്ചും ഇവിടെ താമസിക്കുക. അപ്പോ ആ ദർശനം അർത്ഥപൂർണമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർത്ഥാടനം കഴിഞ്ഞാൽ ചിട്ടയാർന്ന രൂപത്തിൽ തന്നെ ദർശനം നടന്ന് അവർക്കെല്ലാം ബഹളം കൂടാതെ വലിയ രൂപത്തിലുള്ള ഒരു ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കാലേകൂട്ടി ആലോചിച്ച് അത് ഭംഗിയായി ഇതിനോടകം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള യാത്രാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും അതുപോലെ വനപാലകരും എല്ലാം ഈ കാര്യത്തിൽ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ എല്ലാ അർത്ഥത്തിലും ഒരു തീർത്ഥാടകനും വിഷമം കൂടാതെ അവരുടെ മടക്ക് എത്രയും സുഖമാക്കി മാറ്റാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ശബരിമലയിലെ ഈ വർഷത്തെ മണ്ഡലം മഹോത്സവം വളരെ ഭംഗിയായി നടന്നു. ഇപ്പൊ മകരവിളക്ക് മഹോത്സവം ഇന്ന് സായാഹ്നത്തോടുകൂടി ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ 20-ാം തീയതി വരെ നട തുറന്നിരിക്കും. ഗുരുതി ഉൾപ്പെടെയുള്ള കഴിഞ്ഞാൽ 20-ാം തീയതിയോടുകൂടി നടയടയ്ക്കും. അങ്ങനെയായിരിക്കും ഈ വർഷത്തെ മണ്ഡല മഹോത്സവവും മകരവിളക്ക് മഹോത്സവവും അർത്ഥപൂർണമായി പര്യവസാനിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ചവരെ എല്ലാവരെയും, അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ സമയോചിതമായി സന്ദർഭോചിതമായ വാർത്തകളെല്ലാം ഭക്തജനങ്ങളിൽ എത്തിച്ച് തീർത്ഥാടനം സുഗമമാക്കാൻ സഹായിച്ച മറ്റൊരു കൂട്ടരാണ്. അങ്ങനെ എല്ലാ കൂട്ടരോടുമുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നന്ദി ഈ രൂപത്തിൽ രേഖപ്പെടുത്താൻ കൂടി ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ തരത്തിൽ ഇന്ന് ഹരിവരാസനം അവാർഡ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.